പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സിലെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും ആഗ്രഹവും എന്നേക്കും അങ്ങയുടെ ആകുന്നതുമാണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഓർത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. മഹത്വത്തിന്റെ രാജാവായ മിശിഹായി വിനീതനായ കഴുകുട്ടിയുടെ പുറത്ത് ജെറുസലേമിന്റെ വാലത്തിലേക്ക് എഴുന്നള്ളിയ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ ദേ രാജാവേ, നിനക്ക് ഓശാന പാടിയ സീവൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. ഓശാന പാടുന്നതിനെതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെതിരേക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും അങ്ങേർന്ന് ഈ പെസഹാരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ നാഥായ നയിക്കും. ായ ദൈവസുതൻ നഗരം ഭൂകയാൽ ജനനിരയെല്ലാം ആഹാരം നിറയും മനമോടെ കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നതിനായ അങ്ങേക്കും പരിശുദ്ധനായ അങ്ങയുടെ അഭിഷിക്തനും ജീവനായകനായ ദിവ്യാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആദ്യം എല്ലാവരും മുതിർന്നു
ദേവാലയത്തിലേക്കുള്ള ഒരു തോല പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങി പള്ളിയിലേക്ക് ആനവാദത്തിൽ ആദ്യം പുരോഹിതനാണ് പ്രവേശിക്കുക.
വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു? പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു? പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു? പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. മഹേശ്വരാ നിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനും സൗഭാഗ്യം. വിശുദ്ധരെ സഭയിലായി വസിക്കുന്ന പരിശുദ്ധനും സുപ്രീകരമായ സഹജമായതും എപ്പോഴും നിങ്ങളെ കടാക്ഷിക്കുകയും കഥ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവമായ വിജാതിയായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിയുടെ അപ്പസ്തോലനിലേക്ക് എന്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എന്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കുവാനും അങ്ങനെ അവരിൽ കുറെ പേരെയും രക്ഷിക്കാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിന്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവ് മരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടുതലിന് മുളയായി നിന്നെ അവയോജിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒന്നിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ
ശുശ്രൂഷിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായ കർത്താവേ, പരിശുദ്ധ സുവിശേഷം. അവർ ജെറുസലേമിനെ സമീപിക്കുകയെ ഒലിവുമല കഴിഞ്ഞുള്ള ബേസ്കറിയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ പ്രകാരം നിർദ്ദേശിച്ചു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ അവിടെ ഒരു കഴുതയും അടുത്ത് അതിന്റെ കുട്ടിയെയും വെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയോട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാക്കുവാനാണ് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് നീയായതിനായി കഴുതയുടെയും വെട്ടക്കുട്ടിയെ പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു വെട്ടതുപോലെ ചെയ്തവർ കഴുതയെയും വെട്ടക്കുട്ടിയെയും കൊണ്ടുവന്നു. അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ശിശകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്ത് വിളിച്ചു, ദാവീദിന്റെ നമസ്കാര കർത്താവെന്ന് പറയുന്ന അനുഗ്രഹിക്കൻ ഉന്നതങ്ങൾ നമസ്കാര. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ അഴിവച്ചായി. ആരാണ് ഇവനെന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദൈവാലയം പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും ആവിൽപ്പനക്കാരുടെ ഇടിപ്പിടങ്ങളും തട്ടം മറിഞ്ഞിട്ടു. അവൻ അവരോട് പറഞ്ഞു, എന്റെ പിതാവിന്റെ എന്റെ ഭവനം പ്രാർത്ഥനാദികൾ വിളിക്കപ്പെടുന്ന നിലപ്പെട്ടിരിക്കുന്നു. നിങ്ങളോട് കവർച്ചക്കാരുടെ ബുദ്ധിയാകുന്നു. അന്ധന്മാരും വൃദ്ധന്മാരും ദൈവാലയത്തിൽ അവനെ എടുത്തെത്തി. അവനവനെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ നമസ്കാരം ഉൾഘോഷിച്ച് ദൈവാലയത്തിൽ ആർക്കൊള്ളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമിതരും രോഷാകുലരായി. അവർ അവരോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവച്ചു, ശിശുക്കളുടെയും മറുപടിക്കുന്നവരുടെയും അധരങ്ങളുടെയും സ്തുതി ഒരുക്കുന്ന നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബെഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. രാജകീയമായ ജെറുസലേം പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഭാഗ്യം വെച്ച് അറിയിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ക്രൈസ്തവ ലോകം 200 കോടിയിലും വരുന്ന ക്രൈസ്തവ ലോകം ഇന്ന് നമ്മുടെ കർത്താവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ ആചരിക്കുകയാണ്. കയ്യിൽ പുഴുത്തോലുകളോ ഒലിവിൻ കൊമ്പുകളോ ഈന്തപ്പനയിലോ കൈ പിടിച്ചുകൊണ്ട് ലോകങ്ങളുടെ ക്രൈസ്തവ വിശ്വാസികൾ ഈ പുണ്യദിനത്തെ ഭക്തിയോടുകൂടി ഇന്ന് അനുസ്മരിക്കുകയാണ്. ആഡംബരവും ജാടയും പ്രദർശനപരതയും ഒരിക്കൽ പോലും തന്റെ ജീവിതത്തിൽ സ്വീകരിക്കാത്ത യേശുവിൽ നിന്ന് എന്തുകൊണ്ട് ഇപ്രകാരം ഒരു രാജകീയ പ്രവേശനം നടത്തിയെന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതോ ഒരു ദൈവശാസ്ത്രം പറഞ്ഞ പോലെ യേശുവിന്റെ ഏപ്രിൽ ഫോളായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാതെ പറയുകയാണ്. കാരണം യേശുവിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം രാജകീയമായ ജീവിതമോ പ്രഘോഷമോ പ്രദർശനപരതയോ കാണിക്കാതെ എന്തുകൊണ്ട് ഇപ്രകാരം യേശു പ്രവർത്തിച്ചു എന്നത് അത്ഭുതം തന്നെയാണ്. ഈ ഓശാന നാളില് ഏതാണ്ട് 20 ലക്ഷത്തോളം ജനങ്ങളും 2.5 ലക്ഷം കന്നുകാലികളും ജെറുസലേമിൽ സമ്മേളിക്കുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. റോമൻ ഗവർണർ 200-ലധികം യഹൂദന്മാരെ കഴിവേറ്റത്തിന്റെ ദുഃഖവും പശ്ചാത്തലവും അമർഷവും ഒതുക്കുന്ന യഹൂദന്മാരുടെ ഈ അരങ്ങേറ്റം കാണുവാനായിട്ട് റോമൻ ഗവർണർ ഉൾപ്പെടെയുള്ളവര് ജെറുസലേമിൽ എത്തുമ്പോഴാണ് മറുവശത്ത് നിന്ന് മറ്റൊരു രാജാവായ യേശുക്രിസ്തു അനേകായിരങ്ങളുടെ അകമ്പടിയോടുകൂടി ജനങ്ങളെ ആർപ്പുകളോടുകൂടി ഓശാന സ്തുതികളോടുകൂടി ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നിന്നെ രാജാവാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ജനങ്ങളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് രാജാവാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയ യേശുക്രിസ്തു ഒരു കഴുതത്തിന്റെ പുറത്തു കയറി ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ ഉദ്ഘോഷിക്കുന്ന സ്തുതിപ്പിന്റെ വാക്കുകളാണ് ഓശാന എന്ന വാക്കുകൾ. ഓശാന എന്ന വാക്കിന്റെ നമുക്കറിയാം, കർത്താവേ രക്ഷിക്കണമേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. ഇതുവരെ തങ്ങൾക്ക് കാഴ്ചശക്തി നൽകണം, തങ്ങൾക്ക് ശ്രവണശക്തി നൽകണം, തങ്ങൾക്ക് ഉദ്ദേശ കാര്യങ്ങൾ സാധിച്ചു തരണം, തങ്ങളുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും സാധിച്ചു
എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തില് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഞങ്ങളുടെ മനസ്സിൽ മുഴുവനും നീ രക്ഷിക്കണമേ എന്നുള്ള ഈ ഓശാന സ്തുതി മറ്റൊരു ലോകത്തേക്ക് നമ്മെ എത്തിക്കുകയാണ്. കർത്താവിന് പിന്നാലെ നടക്കുന്നത് ഭൗതികമായ വെല്ലുവിളിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് കർത്താവിന് പുറകെ നടക്കുന്നത് ആത്യന്തികമായിട്ട് അവനോടുകൂടി സ്വർഗത്തിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അനുസ്മരിപ്പിക്കുകയാണ്. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഈ ജനങ്ങളെ ആത്മവിളിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 114 സംഗീതം 25 ഭാഗം വായിക്കുന്നത് കർത്താവേ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഓശാന ഒരു മാറ്റത്തിന് സൂചനയാണ് നമുക്ക് നൽകുന്നത്. കുതിരപ്പുറത്തല്ല രണ്ടപ്പുറത്താണ് യേശുക്രിസ്തു കേറുന്നത്. കുതിരപ്പുറത്ത് വരുന്നത് തീരത്ത് കാണിക്കുമ്പോൾ കഴുതപ്പുറത്ത് കടന്നു വരുന്നത് ശാന്തതയാണ് കാണിക്കുന്നത്. സോളമൻ രാജാവ് യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നത് തന്റെ പിതാവിന്റെ കഴുതിയുടെ പുറത്തു കയറിയാണ്. സോളമൻ രാജാവ് യെരൂശലേം പട്ടണത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതിന് വായിക്കുന്നുണ്ട്. ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ ഭരണം നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇനി ഈ ഓശാന നാമങ്ങൾ നമ്മുടെ ചിന്തയിൽ കടന്നു വരുന്നത്. മനുഷ്യന്റെ മനസ്സിന് അത്ഭുതകരമായ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകാനായി പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അന്നുവരെ ആരും ഉപയോഗിക്കാത്ത ഒരു കണ്ണിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ബലിയർപ്പിക്കുവാൻ, തന്റെ ജീവിതത്തിന്റെ ബലിയർപ്പിക്കുവാൻ നടന്ന യേശു ഇന്ന് അതിന്റെ സൂചനയാണ്. ഇന്നത്തെ ആരും അഴിച്ചു ആരും ഉപയോഗിക്കാത്ത കണ്ണിനെ കൊണ്ടുവരണം പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതം ഹോമിക്കുന്ന ഒരു രംഗമാണ് ഈ ആഴ്ചകൾ നമ്മൾ അനുസരിക്കുവാനായിട്ട് പോകുന്നത്. തന്നെ തന്നെ മോചനത്തിനുമായി തന്നെ തന്നെ ശൂന്യമാക്കി കൊടുക്കുന്നതിന്റെ പരിസമാപ്തിയിലേക്ക് ഈ ഓശാന എത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് ഓശാന വിളിക്കുന്നത് നാളെ യേശുവിനെ കൊലപ്പെടുത്തുന്ന കാണുന്നുണ്ട്. ഇന്ന് നന്ദി പറയുന്നത്, നാളെ ദുഃഖത പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തില് യേശുവിന്റെ ജീവിതമാണ് എപ്പോഴും നമുക്ക് മാതൃകയായിട്ട് നമ്മൾ മുന്നോട്ട് നിൽക്കേണ്ടത്. നമുക്ക് നാമിന് കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതനാണെന്ന് സംഗീതം നമ്മൾ വായിച്ചു കേട്ടു, നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ ആദ്യമായി അഭിസംബോധന ചെയ്തപ്പോൾ മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങളുടെ ശിരസ് സമീപിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ ആദ്യമേ എന്നെ ആശീർവദിക്കുക, അതിനുശേഷം നിങ്ങളെ ആശീർവദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ ശിരസ് സമീപിച്ചത് ലോകത്തിനുള്ളിൽ പാഠമായി. ജനം മുഴുവൻ പ്രാർത്ഥിച്ചു. ഇന്നത്തെ മനോരമയിലൂടെ നമ്മൾ വായിക്കാനുള്ളൂ. മാർപ്പാപ്പ പറഞ്ഞു, തന്റെ ജീവിതം ഇനി 2 കാര്യങ്ങളിലേക്ക് പ്രത്യേകമായി ഊന്നൽ നൽകുകയാണ്. ഒന്നാമതായി ശൈലികമായുള്ള ഒരു സംവാദത്തിന് കൈകോർത്തിനെ താല്പര്യപ്പെടുകയാണ്. ലോകത്തിന് ക്രിസ്തുമതത്തിനെതിരായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസ്റ്റെ പ്രഘോഷിക്കുന്ന ശൈലികമായി നല്ല സുഹൃത്ബന്ധം ആത്മബന്ധം ഉറക്കുവാൻ മാർപ്പാപ്പയെ ആഗ്രഹിക്കാനും പാടുള്ളൂ. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ പല മതങ്ങളുണ്ടെങ്കിലും എപ്പോഴും ക്രിസ്തുമതത്തിന് വിരുദ്ധമായി നിൽക്കുന്നത് ഇസ്ലാം മതമായതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ഇസ്ലാം മതത്തോട് കൂടുതൽ ഡയലോഗ് സംവാദം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. കാലഘട്ടത്തേക്ക് നോക്കിക്കൊണ്ട്, മനുഷ്യന്റെ ആവശ്യത്തിലേക്ക് നോക്കിക്കൊണ്ട്, സാമൂഹികമായ അവബോധത്തിലേക്ക് കടന്നുകൊണ്ട് പുതിയ മാർപ്പാപ്പ പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ മുമ്പിലേക്കാണ് നമ്മൾ കടന്നുവരുന്നത്. ക്രിസ്തു എപ്രകാരം ജീവിച്ചു, എപ്രകാരം പ്രവർത്തിച്ചു, എന്തെല്ലാം പറഞ്ഞതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ആ ക്രിസ്തുവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഓരോ ആളുകളെ
Hey